അഡിക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ ഡോപ്പമിൻ. ആ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അതൊരു റിവാർഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അത് ആ ഡോപ്പമിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഡോപ്പമിൻ, സീറോട്ടോണിൻ, നോറെപ്പോനെഫ്രിൻ അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപ്പാദനം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ് എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സ് അഭിനന്ദിക്കും, വീട്ടിലെ സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു, റിവാർഡ് കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ. നമ്മൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു പ്ലഷർ, അപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡോപ്പമിനാണ്. അപ്പൊ നമ്മൾ ഒരു അഡിക്ഷന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ അഡിക്ഷൻ നെഗറ്റീവ് ആണ് അതിൽ തന്നെയെങ്കിലും അതൊരു രോഗമായിട്ട് കാണാം. പലതിൻ്റെയും നമുക്ക് സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ അവസ്ഥയാണ്. അതിന്റെ അടിത്തട്ടിൽ വേറെ ഇഷ്യൂസ് കാണാം. ഈ അഡിക്ഷനിലേക്ക് ഞാൻ പോകാനുള്ള കാരണങ്ങൾ വേറെ, റൂട്ട് കോസ് വേറെ ആയിരിക്കും.